ഹലോ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചക്ക വരട്ടണത് എങ്ങനെ നോക്കാം. നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു സീസണിൽ നമുക്ക് ചക്ക വരട്ടി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ചക്ക പഴുത്തത് നന്നായിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അതൊക്കെ ഒന്ന് നുറുക്കിയിട്ട് കുക്കറിലിടുകയാണ്. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൽ തന്നെ ശർക്കര, നമുക്ക് മധുരം ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് മധുരം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതൊരു വിസിൽ 2 വിസിലൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ എനിക്ക് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങ എപ്പോഴും നമുക്ക് കുറേ ദിവസത്തിന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഞാൻ അടച്ച് വെക്കുക. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. കൂടുതൽ വെള്ളം എടുക്കരുത്, കാരണം നമുക്ക് ചക്കയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വെള്ളം കൂടുതലായാൽ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഇത് നമ്മളെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രൈ പാന് ഒന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ലോ ഫ്ലെയിമിലാക്കി വെച്ചേക്കാണ് കേട്ടോ. അതിനിടയിൽ നമുക്ക് ആ ചക്ക ഉണ്ടല്ലോ വേവിച്ചത്, അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അത് മിക്സിയിൽ അടിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ അടിക്കാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിടക്കുന്നു മാത്രം. പക്ഷേ എനിക്കിഷ്ടം അതുപോലെ അടിച്ചെടുക്കുന്നതാണ് കേട്ടോ. അടിക്കാതെ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഇളക്കി കൊടുക്കുമ്പോഴേ നന്നായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പൊട്ടി തെറിക്കണ പോലെ വരും. അത് അടിക്കാതെ ഉണ്ടാക്കിയാലാണ് വെച്ചെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് കുണ്ടുള്ള പാത്രത്തിലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ കൈമേൽക്കൊന്നും അധികം തെറിക്കില്ല. അപ്പോൾ ഞാൻ അത് ഇട്ടതിന് ശേഷം തന്നെ അതിനോട് കൂടെ തന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കുറവിൽ തേങ്ങാപ്പാലാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് മേലെ നന്നായിട്ട് തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇളക്കി കൊടുക്കാം. പിന്നെ 2 ടൈപ്പിലും ഈ അരിപ്പൊടി ചേർക്കാം കേട്ടോ. അരിപ്പൊടി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരിപ്പൊടി ചേർക്കാതെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കട്ട കുത്താതെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചക്കയിൽ കൂടെ ഞാൻ ഫസ്റ്റ് ഇട്ട പോലെ തൂവി ഇടുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടില്ല വെച്ചെങ്കിൽ ആ അരിപ്പൊടി കട്ടായിട്ട് കിടക്കും. അപ്പോൾ അത് അങ്ങനെ കട്ട ആവാതെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഫ്രൈ പാനിലൊക്കെ ആകുമ്പോൾ അടി പിടിക്കില്ല. നമ്മൾ ഉരുളിയിൽ അല്ലെങ്കിൽ ചീനിച്ചട്ടിയിൽ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രത്തിലൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലും നെയ്യ് ചേർത്ത് കൊടുക്കാം. പക്ഷെ നെയ്യുടെ ആ സ്മെല്ല് എനിക്ക് വേണ്ടാന്ന് തോന്നിയുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ അത് നമ്മളെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വാഴൻ്റെ ഇല മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ആ വാഴൻ്റെ ഇലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും. നമ്മൾ സദ്യ ഉണ്ടല്ലോ, അത് നമ്മൾ വാഴൻ്റെ ഇലയിൽ വിളമ്പിയാൽ ഒരു പ്രത്യേക ടേസ്റ്റില്ലേ, അതുപോലെ തന്നെ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൽ നല്ല ചൂടുള്ള നല്ലൊരു സുലൈമാനിയും കൂടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. നമുക്ക് ഓരോരുത്തർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാഴൻ്റെ ഇലയിൽ മുറിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റ്.